സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. അർജുനായുള്ള തിരച്ചിൽ കടൽക്കാറ്റ് ശക്തം, ഡ്രജർ എത്തിക്കുന്നത് വൈകും. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും മറ്റു രണ്ടുപേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ നടത്താനുള്ള ഡ്രജർ കാർവാർ തുറമുഖത്ത് എത്തിക്കാൻ വൈകും. കടലിൽ കാറ്റ് ശക്തമായതിനാൽ പതുക്കെ മാത്രമേ ടഗ് ബോട്ടിന് സഞ്ചരിക്കാൻ കഴിയുന്നുള്ളൂ. ഡ്രജറുമായുള്ള ടഗ് ബോട്ട് ഗോവയിൽ നിന്നാണ് പുറപ്പെട്ടത്. ഇന്നലെ പുലർച്ചെ 5-ന് ഡ്രജറുള്ള ടഗ് ബോട്ട് കാർവാറിലേക്ക് പുറപ്പെട്ടിരുന്നു. ഡ്രജർ എത്തിച്ച് പുഴയിലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടാകും തിരച്ചിൽ പുനരാരംഭിക്കുക. ഇന്ന് ഉച്ചയോടെയോ വൈകിട്ടോടെയോ മാത്രമേ ബോട്ട് കാർവാർ തീരത്ത് എത്തിക്കാനാകൂ എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ എപ്പോൾ ടഗ് ബോട്ട് ശിരൂരിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. കളക്ടർ ലക്ഷ്മിപ്രിയ, SP.M. നാരായണ, സ്ഥലം MLA സതീഷ് സെയിൽ, ഡ്രജർ കമ്പനി അധികൃതർ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ തിരച്ചിൽ എപ്പോൾ തുടങ്ങുമെന്നും തീരുമാനിക്കും. നാവികസേനയുടെയും ഈശ്വർ മാൽപ്പെ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിലും തീരുമാനമുണ്ടാകും. വേലിയിറക്ക സമയത്താകും ടഗ് ബോട്ടിനെ ഗംഗാവലിയിലേക്ക് കടത്തിവിടുക. വേലിയേറ്റ സമയത്ത് തിരയുടെ ഉയരവും ജലനിരപ്പും കൂടുതലാകും. ക്രെയിൻ അടക്കമുള്ള ഡ്രജർ പാലത്തിന് അടിയിലൂടെ കയറ്റാൻ ആ സമയത്ത് ബുദ്ധിമുട്ടാണ്. അതിനാലാണ് വേലിയിറക്ക സമയത്തെ ആശ്രയിക്കുന്നത്.